ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് തെർമോഗ്രാവമെട്രിക് അനാലിസിസ് ആണ് നോക്കുന്നത്. അതിന് മുമ്പായി തെർമൽ അനാലിസിസ് എന്താണെന്ന് നോക്കാം. തെർമൽ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ടെക്നിക്കാണ് ഇൻ വിച്ച് physical property and chemical properties of a substance is measured as a function of temperature as the substance is subjected to a controlled temperature program. ടെമ്പറേച്ചറിനനുസരിച്ച്, താപനിലയ്ക്കനുസരിച്ച് നമ്മളൊരു സബ്സ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഭൗതിക ഗുണങ്ങൾ, രാസഗുണങ്ങൾ മെഷർ ചെയ്യുന്ന രീതിയാണ് തെർമൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കൺട്രോൾഡ് ടെമ്പറേച്ചർ പ്രോഗ്രാമിൽ വിധേയമാക്കിയാണ് നമ്മൾ സബ്സ്റ്റൻസ് അനലൈസിസ് ചെയ്യുന്നത്. ഇൻ തെർമൽ അനാലിസിസ് ഹീറ്റ് മേ ബി യൂസ്ഡ് ആസ് എ റിയേജൻറ്റ്. ഈ തെർമൽ അനാലിസിസ് റിയേജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹീറ്റാണ്. Taken through a wide range of temperature, a substance may undergo a number of physical and chemical changes which are accompanied by the absorption or റിലീസ് ഓഫ് എനർജി ഇൻ ദി ഫോം ഓഫ് ഹീറ്റ്. ഇവിടെ നമ്മളൊരു വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിലൂടെയാണ് ഈ ഒരു അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ സബ്സ്റ്റൻസ്, നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് നിരവധി ഭൗതിക മാറ്റങ്ങളും അതുപോലെ തന്നെ രാസമാറ്റങ്ങൾ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് നടക്കുന്നുണ്ട്. വിച്ച് ആർ അക്കമ്പൈൻഡ് ബൈ ദി, അതോടൊപ്പം താപത്തിൻ്റെ രൂപത്തിൽ ഹീറ്റിൻ്റെ ഫോമിലാണ് ഇവിടെ ഊർജം, എനർജി ആഗിരണം ചെയ്യുന്നതും അബ്സോർപ്ഷൻ നടക്കുന്നതും അതുപോലെ തന്നെ അവിടെ അത് പുറത്തു വിടുകയും ചെയ്യുന്നതും. ഇപ്പോൾ തെർമൽ അനാലിസിസിൻ്റെ എക്സാമ്പിൾസ് ആണ് തെർമോഗ്രാവമെട്രിക് അനാലിസിസ്, DTA, തെർമോമെട്രിക് ടൈട്രേഷൻ, DSA ഒക്കെ തെർമൽ അനാലിസിസിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ തെർമോഗ്രാവമെട്രിക് അനാലിസിസ് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് നോക്കാം. മാസ് ഓഫ് എ സാമ്പിൾ ഇസ് മെഷേർഡ് കണ്ടിന്യൂസ്ലി ആസ് എ ഫങ്ഷൻ ഓഫ് ഇസ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനനുസരിച്ച് സാമ്പിളിൻ്റെ മാസ് മെഷർ ചെയ്യുന്ന രീതിയാണ് TGAയിലുള്ളത്. ആസ് ദി ടെമ്പറേച്ചർ ഓഫ് ദി സാമ്പിൾ ഇസ് ഇൻക്രീസ്ഡ് ലീനിയർലി ഫ്രം റൂം ടെമ്പറേച്ചർ ടു എബൌട്ട് 1200 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ സാമ്പിളിനെ ഹീറ്റ് ചെയ്യുന്നു, ചൂടാക്കുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുന്നു. റൂം ടെമ്പറേച്ചർ മുതൽ 1200 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ മാസിനുണ്ടാവുന്ന ചേഞ്ചസ് ആണ് നമ്മൾ TGAയിലൂടെ നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു സാമ്പിൾ എടുക്കുന്നു, അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. നമ്മൾ റൂം ടെമ്പറേച്ചർ മുതൽ 1200 ഡിഗ്രി സെൽഷ്യസ് വരെ അതിനെ ചൂടാക്കുമ്പോൾ ഓരോ ടെമ്പറേച്ചറിനനുസരിച്ച് നമ്മൾ സാമ്പിളിൻ്റെ മാസ് റെക്കോർഡ് ചെയ്യുന്നതാണ് TGA, തെർമോഗ്രാവമെട്രിക് അനാലിസിസ് എന്ന് പറയുന്നത്. ഇവിടെ മെഷർമെൻറ്റ് ക്യാരി ഔട്ട് ചെയ്യുന്നത് എയർ അല്ലെങ്കിൽ ഇനേർട്ട് അറ്റ്മോസ്ഫിയറിൻ്റെ പ്രസൻസിലാണ്. സച്ചാസ് നൈട്രജൻ, ഹീലിയം, ആർഗൻ്റെ ഒക്കെ ഇനേർട്ട് അറ്റ്മോസ്ഫിയറിൻ്റെ പ്രസൻസിലായിരിക്കും നമ്മൾ ഈ മെഷർമെൻറ്റ് നടത്തപ്പെടുന്നത്. ഇനി നാം നോക്കേണ്ട പോയിന്റ്, ആസ് ദി ടെമ്പറേച്ചർ ഇസ് ഇൻക്രീസസ്, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ദി സാമ്പിൾ മേ അണ്ടർഗോ ഫിസിക്കൽ ഓർ കെമിക്കൽ ചേഞ്ചസ്. സാമ്പിളിന് എന്ത് സംഭവിക്കുന്നു? രാസമാറ്റവും അതുപോലെ തന്നെ ഭൗതിക മാറ്റവും സംഭവിക്കുന്നു. സാമ്പിൾ മേ അണ്ടർഗോ ഫിസിക്കൽ ഓർ കെമിക്കൽ ചേഞ്ചസ് വിച്ച് വിൽ ബി അക്കമ്പൈൻഡ് ബൈ മാസ് ലോസ്. അതോടൊപ്പം തന്നെ മാസ് ലോസും സംഭവിക്കുന്നു. അപ്പം നമ്മൾ റൂം ടെമ്പറേച്ചർ മുതൽ 1200 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ സാമ്പിളിനെ വെച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ ആ സാമ്പിളിന് ഫിസിക്കൽ ഓർ കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നതോടൊപ്പം തന്നെ അവിടെ എന്തും സംഭവിക്കുന്നുണ്ട്? മാസ് ലോസും സംഭവിക്കുന്നുണ്ട്. The change in the mass of the sample on heating is due to the physical changes like vaporization of moisture or volatile components present in the substance or due to complete loss of water. ഇവിടെ ഫിസിക്കൽ ചേഞ്ചസ്, ഭൗതിക മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതെന്തൊക്കെയാണ് ആ സാമ്പിളിന് സംഭവിക്കുന്നത്? ഒന്നുകിൽ വേപ്പറൈസേഷൻ ഓഫ് മോയ്സ്ചർ വേപ്പറൈസ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ സബ്സ്റ്റൻസിലുള്ള വോളറ്റൈൽ കമ്പോണൻസ് വേപ്പറൈസ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസിലുള്ള മൊത്തം വെള്ളത്തിൻ്റെ അംശവും ലോസ് ആകപ്പെടുക. ഇതായിരിക്കും അതിൽ നടക്കുന്ന ഫിസിക്കൽ ചേഞ്ചസ്, ഭൗതിക മാറ്റങ്ങൾ എന്ന് പറയുന്നത്. Change in mass can also occur due to chemical changes like dissociation of substance giving away volatile products. കെമിക്കൽ ചേഞ്ചസും ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ചൂടാക്കുമ്പോൾ അവിടെ രാസമാറ്റങ്ങളും ആ സാമ്പിളിന് സംഭവിക്കുന്നുണ്ട്. അതെന്താണ്? ഒന്നുകിൽ അത് സബ്സ്റ്റൻസ് ഡിസോസിയേറ്റ് ചെയ്ത് വോളറ്റൈൽ പ്രൊഡക്ട്സ് ഉണ്ടാവുന്ന രാസമാറ്റം, കെമിക്കൽ ചേഞ്ച് ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു, ടെമ്പറേച്ചർ കൂടി വരുന്നതിനനുസരിച്ച് സാമ്പിളിന്റെ വെയിറ്റ് റെക്കോർഡ് പെടുന്ന രീതിയാണ്
അനാലിസിസ് ആണ് തെർമോഗ്രാവമെട്രിക് അനാലിസിസ്. അപ്പൊ മാസിന് എഗനസ്റ്റ് ആയിട്ട് ടെമ്പറേച്ചർ പ്ലോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ഗ്രാഫ് വരയ്ക്കാം. ആ ഗ്രാഫിന്റെ പേരാണ് തെർമോഗ്രാം. TGയിലുള്ള ഗ്രാഫിന്റെ പേരാണ് തെർമോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഇൻ TG ഈസ് കോൾഡ് തെർമോ ബാലൻസ്. TGയിൽ തെർമോഗ്രാവമെട്രിക് അനാലിസിസിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് തെർമോ ബാലൻസ്. ഇനി നമുക്ക് തെർമോഗ്രാം എന്താന്ന് നോക്കാം. മാസിന് എഗനസ്റ്റ് ആയിട്ട് ടെമ്പറേച്ചർ പ്ലോട്ട് ചെയ്യുന്ന ആ ഗ്രാഫാണ് തെർമോഗ്രാം എന്ന് പറയുന്നത്. മാസ് ഗ്രാമിലും ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലും, മാസ് Y ആക്സിസിലും ടെമ്പറേച്ചർ X ആക്സിസിലുമാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഗ്രാഫ് ഏതൊരു സബ്സ്റ്റൻസിന്റെയും ഗ്രാഫ് ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ ഹൊറിസോണ്ടൽ പോർഷൻസും ഉണ്ട്, സ്ലാൻഡിങ് പോർഷൻസും ഉണ്ട് അല്ലെ. ഈ ഹൊറിസോണ്ടൽ പോർഷൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ റീജിയനിൽ ആ സാമ്പിളിന് ഒരു മാസും നഷ്ടപ്പെടുന്നില്ല, നോ മാസ് ചേഞ്ചസ്, ഒരു മാസും നഷ്ടപ്പെടുന്നില്ല എന്നാണ് ഈ ഹൊറിസോണ്ടൽ പോർഷൻസ് നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ടെമ്പറേച്ചറിൽ ഈ സബ്സ്റ്റൻസ് തെർമലി സ്റ്റേബിൾ ആണ്. ഈ സബ്സ്റ്റൻസിന്റെ തെർമൽ സ്റ്റെബിലിറ്റി ആണ് നമുക്ക് ഈ ഹൊറിസോണ്ടൽ പോർഷൻസിലൂടെ കാണാൻ സാധിക്കുന്നത്. ഇനി അതിൽ സ്ലാൻഡിങ് പോർഷൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ഈ പോർഷൻസിലാണ് വെയിറ്റ് ലോസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ പോർഷൻ ആണ് അവിടെ മാസ് നഷ്ടപ്പെട്ടു എന്ന് കാണിക്കുന്നത്. ഈ സ്ലാൻഡിങ് പോർഷൻസ് ആണ്. അത് ഡീഹൈഡ്രേഷൻ വഴിയോ അല്ലെങ്കിൽ ഇവാബ്രേഷൻ വഴിയോ ഡീകമ്പോസിഷൻ വഴിയോ ആയിരിക്കും സാമ്പിളിലുള്ള വെയിറ്റ് നഷ്ടപ്പെടുന്നത്. അതാണ് ഈ സ്ലാൻഡിങ് പോർഷനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ TGA തെർമോഗ്രാം എന്ന് പറഞ്ഞാൽ മാസിന് എഗനസ്റ്റ് ആയിട്ട് ടെമ്പറേച്ചർ പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫാണ് തെർമോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ TGയുടെ തെർമോഗ്രാം എപ്പോഴും ഇങ്ങനെ ആയിരിക്കും. അതിലൊരു സ്ലാൻഡിങ് പൊസിഷനും കാണും, ഹൊറിസോണ്ടൽ പോർഷൻസും കാണും. ഹൊറിസോണ്ടൽ പോർഷൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവിടെ ആ സാമ്പിള് തെർമലി സ്റ്റേബിൾ ആണ്, അവിടെ ഒരു മാസ് ചേഞ്ചും സംഭവിക്കുന്നില്ല. ഓർത്തോള, ഹൊറിസോണ്ടൽ പോർഷൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് തെർമലി സ്റ്റേബിൾ ആണ്, ആ സബ്സ്റ്റൻസ് തെർമലി സ്റ്റേബിൾ ആണ്. അതുപോലെ തന്നെ അവിടെ നോ മാസ് ചേഞ്ച് സംഭവിക്കുന്നില്ല. ഈ സ്ലാൻഡിങ് പൊസിഷനിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ സാമ്പിളിന്റെ വെയിറ്റ് നഷ്ടപ്പെട്ടു, വെയിറ്റ് ലോസ് സംഭവിച്ചെന്ന്. ഒന്നെങ്കിൽ ഇവാബ്രേഷൻ, ഡീകമ്പോസിഷൻ, ഡീഹൈഡ്രേഷൻ വഴി സാമ്പിളിന്റെ വെയിറ്റ് നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് ഈ സ്ലാൻഡിങ് പോർഷനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയാണ് തെർമോഗ്രാമിനെ പറ്റി ജനറൽ ആയിട്ട് പറയാനുള്ളത്. അടുത്തായിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമോഗ്രാമെട്രി ആണ് നോക്കുന്നത്. ഒന്നാമത്തെ സ്റ്റാറ്റിക് തെർമോഗ്രാമെട്രി അല്ലെങ്കിൽ ഐസോതെർമൽ തെർമോഗ്രാമെട്രി എന്ന് പറയാം. വെയിറ്റ് ഈസ് റെക്കോർഡഡ് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, താപനില സ്ഥിരമായിരിക്കുമ്പോൾ ടൈമിനനുസരിച്ച് സാമ്പിളിന്റെ വെയിറ്റ് റെക്കോർഡ് ചെയ്യപ്പെടുന്ന രീതിയാണ് സ്റ്റാറ്റിക് തെർമോഗ്രാമെട്രി അല്ലെങ്കിൽ ഐസോതെർമൽ തെർമോഗ്രാമെട്രി എന്ന് പറയുന്നത്. ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. രണ്ടാമതായത് ക്യുസൈറ്റ് സ്റ്റാറ്റിക് തെർമോഗ്രാമെട്രി ആണ്. ഇവിടെ ടെമ്പറേച്ചർ ഓഫ് സാമ്പിൾ ഇസ് ഇൻക്രീസ്ഡ് ടിൽ കോൺസ്റ്റന്റ് മാസ് ഇസ് ഒബ്റ്റൈൻഡ്. ഒരു കോൺസ്റ്റന്റ് മാസ് ഒബ്റ്റൈൻ ചെയ്യുന്നവരെ നമ്മൾ ആ സാമ്പിളിൽ ചൂടാക്കുന്ന ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കും. ഇതാണ് ക്യുസൈറ്റ് സ്റ്റാറ്റിക് തെർമോഗ്രാമെട്രി എന്ന് പറയുന്നത്. മൂന്നാമതായിട്ടുള്ളതാണ് വെരി ഇമ്പോർട്ടൻറ്റ് തെർമോഗ്രാമെട്രി, ഡൈനാമിക് തെർമോഗ്രാമെട്രി. ഇതാണ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് സാമ്പിൾ ഹീറ്റഡ് ഇൻ ആൻ എൻവയോൺമെന്റ് ഹൂസ് ടെമ്പറേച്ചർ ഈസ് ചേഞ്ചിങ് അറ്റ് എ ലീനിയർ റേറ്റ്. നമ്മൾ ഒരു റൂം ടെമ്പറേച്ചറിൽ നിന്ന് ഇങ്ങനെ കൂട്ടി ഒരു ലീനിയർ റേറ്റിൽ നമ്മൾ സാമ്പിളിനെ ഹീറ്റ് ചെയ്യുന്ന രീതിയാണ് ഡൈനാമിക് തെർമോഗ്രാമെട്രി എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് 3 ടൈപ്സ് ഓഫ് തെർമോഗ്രാമെട്രി എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് തെർമോഗ്രാമെട്രി അല്ലെങ്കിൽ ഐസോതെർമൽ, ക്യുസൈസ്റ്റാറ്റിക് തെർമോഗ്രാമെട്രി ആൻഡ് ഡൈനാമിക് തെർമോഗ്രാമെട്രി. ഡൈനാമിക് തെർമോഗ്രാമെട്രി ആണ് നമ്മളിപ്പോൾ എല്ലാം യൂസ് ചെയ്യുന്നത്. ഒരു എൻവയോൺമെന്റിൽ വെച്ച് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി ലീനിയർ ആയിട്ട് ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്ത് സാമ്പിളിനെ ഹീറ്റ് ചെയ്ത് അതിന്റെ വെയിറ്റിനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡൈനാമിക് തെർമോഗ്രാമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡൈനാമിക് തെർമോഗ്രാമെട്രി ആണ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നതായിട്ടുള്ള തെർമോഗ്രാമെട്രി എന്ന് പറയുന്നത് ഡൈനാമിക് തെർമോഗ്രാമെട്രി ആണ്. അപ്പോൾ ഇത്രയാണ് ഇതിനെപ്പറ്റി നമുക്ക് പറയാനുള്ളത്. അടുത്ത നമുക്ക് ഇതിന്റെ ഇൻസ്ട്രുമെന്റേഷനിലേക്ക് പോകാം. ഇപ്പോൾ TG ഇൻസ്ട്രുമെന്റേഷന്റെ ബ്ലോക്ക് ഡയഗ്രം ആണ് ഇത്. സാമ്പിൾ, അതിലേക്ക് ഫർണസ് അല്ലെങ്കിൽ പവർ സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എൻവയോൺമെന്റൽ കൺട്രോൾ എക്യുപ്മെന്റ് ഉണ്ട്. ഇവിടെ ആയിട്ട് തെർമൽ ഇൻസുലേറ്റർ ഉണ്ട്. ഇവിടെ നിന്ന് തെർമോമീറ്ററും തെർമോ ബാലൻസും കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ആംപ്ലിഫയറിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ആംപ്ലിഫയറിൽ നിന്ന് നേരിട്ട് റെക്കോർഡിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ബ്ലോക്ക് ഡയഗ്രം നമ്മുടെ TGയുടെ ഇൻസ്ട്രുമെന്റേഷന്റെ. ഇനി ഇതിലെ ഓരോ ഭാഗങ്ങളും എന്ത് ഫംഗ്ഷനാണ് ചെയ്യുന്നതെന്ന് നോക്കാം.
ഇവിടെ സാമ്പിൾ വെക്കാൻ ഒരു സാമ്പിൾ ഹോൾഡർ ഉണ്ട്. ഈ സാമ്പിളിനെ ചൂടാക്കാൻ ഇവിടെ ഫർണസ് അല്ലെങ്കിൽ പവർ സോഴ്സ് ഉണ്ട്. ഇതെന്തിനാണ്? ടു ഹീറ്റിംഗ് ദി സാമ്പിൾ ഹീറ്റ് ചെയ്യാനാണ് ഇവിടെ ഫർണസ് കണക്ട് ചെയ്തിരിക്കുന്നത്. ടു ഹീറ്റിംഗ് സാമ്പിൾ ചൂടാക്കാൻ, ടു ഹീറ്റിംഗ് സാമ്പിൾ. ഇനി അവിടെ എൻവയോൺമെൻറ്റൽ കൺട്രോൾ എക്യുപ്മെൻറ്റ് ഉണ്ട്. ഈ എക്യുപ്മെൻറ്റ് എന്താണ്? പ്രൊവൈഡിങ് ഇനേർട്ട് അറ്റ്മോസ്ഫിയർ. ഈ ഒരു മെഷർമെൻറ്റ് ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത് ഇനേർട്ട് അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ പഠിച്ചായിരുന്നു, അല്ലെങ്കിൽ എയറിൻ്റെ പ്രസൻസിലാണ്. അപ്പോൾ ആ ഒരു ഇനേർട്ട് അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യാനാണ് ഈ എൻവയോൺമെൻറ്റൽ കൺട്രോൾ എക്യുപ്മെൻറ്റ് ഇവിടെ ഉപയോഗിക്കുന്നത്. പ്രൊവൈഡിങ് ഇനേർട്ട് അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് തെർമൽ ഇൻസുലേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ടു പ്രിവെൻറ്റ് ലോസ് ഓഫ് ഹീറ്റ്. നമ്മൾ ഈ സാമ്പിളിനെ ചൂടാക്കുമ്പോൾ കുറേ ഹീറ്റ് വെളിയിൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഹീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ തെർമൽ ഇൻസുലേറ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. ടു പ്രിവെൻറ്റ് ലോസ് ഓഫ് ഹീറ്റ്. ഇപ്പോൾ ഈ ഫർണസ് ഉപയോഗിച്ച് നമ്മൾ സാമ്പിളിനെ ചൂടാക്കുമ്പോഴത്തേക്ക് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുന്നു. ഈ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അവിടെ ഫിസിക്കൽ ചേഞ്ചും അതുപോലെ തന്നെ കെമിക്കൽ ചേഞ്ചും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ അവിടെ മാസ് ലോസും സാമ്പിളിന് സംഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ സാമ്പിളിൻ്റെ മാസ് ലോസ് മെഷർ ചെയ്യാനാണ് ഏതൊക്കെ ടെമ്പറേച്ചറിലാണ് അതിൻ്റെ മാസ് കുറഞ്ഞത് അത് മാസ് മെഷർ ചെയ്യാനാണ് ഇവിടെ തെർമോ ബാലൻസ് വെച്ചിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള ടെമ്പറേച്ചർ കണക്കാക്കാനാണ് ഇവിടെ തെർമോമീറ്ററും ഉപയോഗിച്ചിരിക്കുന്നത്. മെഷർമെൻറ്റ് ഓഫ് മാസിനാണ് തെർമോ ബാലൻസും, മെഷർമെൻറ്റ് ഓഫ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ് ഇവിടെ തെർമോമീറ്ററും വെച്ചിരിക്കുന്നത്. ഇപ്പോൾ തെർമോ ബാലൻസും തെർമോമീറ്ററും ഒരു ആംപ്ലിഫയറിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ തെർമോ ബാലൻസിൽ നിന്നുള്ള മാസിൻ്റെ സിഗ്നലും തെർമോമീറ്ററിൽ നിന്നുള്ള ടെമ്പറേച്ചറിൻ്റെ സിഗ്നലും ആംപ്ലിഫയറിൽ എത്തുന്നു. ആംപ്ലിഫയറിൽ നിന്ന് ആംപ്ലിഫൈ ചെയ്ത് അത് റെക്കോർഡറിലെത്തുന്നു. ഇതാണ് നമ്മുടെ TGയുടെ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റെക്കോർഡറിൽ എത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് TGയുടെ ഗ്രാഫ് കിട്ടും. ഈ TGയുടെ ഗ്രാഫിനെയാണ് തെർമോഗ്രാം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്ലോട്ട് ഓഫ് മാസ് അഗൈൻസ്റ്റ് ടെമ്പറേച്ചർ. മാസ് ഗ്രാമിൽ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലും ആയിരിക്കും നമ്മൾ ആ തെർമോഗ്രാം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ മുമ്പ് പഠിച്ചതുമാണ്. അപ്പോൾ ഇത്രയാണ് ഇൻസ്ട്രുമെൻറ്റേഷനിലെ ഓവറോൾ ഐഡിയ നമുക്ക് കിട്ടുന്നത്. ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. TGയുടെ വർക്കിംഗ് എന്ന് പറയുന്നത് സാമ്പിൾ ഈസ് പ്ലേസ്ഡ് ഇൻ എ ക്രൂസിബിൾ. സാമ്പിൾ നമ്മളൊരു ക്രൂസിബിളിൽ വെക്കുന്നു. ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ആൻ ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് ബാലൻസ്. അതിനെ നമ്മൾ ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് ബാലൻസിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. ആൻഡ് ഈസ് കണ്ടിന്യൂസ്ലി ഹീറ്റഡ് ബൈ ദി പവർ സോഴ്സ്. അതിനെ നമ്മളൊരു പവർ സോഴ്സ് അല്ലെങ്കിൽ ഫർണസ് ഉപയോഗിച്ച് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സാമ്പിളിനെ ഹീറ്റ് ചെയ്യുന്നു, ചൂടാക്കുന്നു. ദെൻ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇത് വെയിറ്റ് ചേഞ്ച് ഓഫ് ദി സാമ്പിൾ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക് സിഗ്നൽ. അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് നമ്മുടെ മാസ് ലോസ് നടക്കുന്നുണ്ട് സാമ്പിളിൽ. അപ്പോൾ ആ വെയിറ്റ് ചേഞ്ച്, സാമ്പിളിനുണ്ടാകുന്ന വെയിറ്റ് ചേഞ്ച് ഇലക്ട്രിക് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് റെക്കോർഡർ അറ്റ് ഡിഫറൻസ് ടെമ്പറേച്ചർ ഇൻ ദി വൈ ആക്സിസ് ഓഫ് ദി റെക്കോർഡറിൽ വൈ ആക്സിസിലായിട്ട് ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ദി ഫർണസ് ടെമ്പറേച്ചർ ഈസ് കണ്ടിന്യൂസ്ലി മോണിറ്റർഡ് ബൈ എ തെർമോമീറ്റർ. തെർമോമീറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ഫർണസിന്റെ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുന്നത്. ഹൂസ് സിഗ്നൽ ഈസ് അപ്ലൈ ടു ദി എക്സ് ആക്സിസ് ഓഫ് ദി റെക്കോർഡർ. ഈ ടെമ്പറേച്ചർ എവിടായിട്ടാണ്? റെക്കോർഡറിന്റെ എക്സ് ആക്സിസിലായിട്ടാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ആപ്ലിക്കേഷൻ ഓഫ് TGയുടെ ആപ്ലിക്കേഷൻ ആണ് നോക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദി തെർമൽ സ്റ്റെബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിൻ്റെ തെർമൽ സ്റ്റെബിലിറ്റി കണക്കാക്കാൻ, ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ TG ഉപയോഗിക്കും. അതുപോലെ തന്നെ TG ക്യാൻ ബി യൂസ്ഡ് ഫോർ ദി ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇൻഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഐഡന്റിഫൈ ചെയ്യാനും നമ്മൾ തെർമോഗ്രാമെട്രിക് അനാലിസിസ് ഉപയോഗിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ TGയെ പറ്റി നോക്കുന്നത്. താങ്ക് യു.